ഇന്ന് ജൂൺ 4. അപ്പോൾ ഇന്നലെ എന്താ ഉണ്ടായി വെച്ചാൽ ഇന്നലെ വളരെ അത്ഭുതകരമായിട്ട് തന്നെ ബദ്രീനാഥിനെ തൊഴാനും റാവൽജിയെ കാണാനും തൊഴാനും നമസ്കരിക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചാർത്തിയ ഉടയാട കിട്ടാനും ഉള്ള ഭാഗ്യമുണ്ടായി. ഒട്ടും വിചാരിച്ചില്ല ഇതൊക്കെ പറ്റും എന്നുള്ളത്. ഈ രണ്ടെണ്ണം ഉണ്ടായാൽ തന്നെ ഈ യാത്ര ഒരു ഒരു എന്താ പറയുക, ഒരു സക്സസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്ന ഒരു ഇതിലാണ്. വന്ന ദിവസം തന്നെ 2 മണിക്കൂറിനുള്ളിൽ ഇത് മുഴുവൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ, ഇന്ന് അച്ഛനും അമ്മയ്ക്കും ബലിയിടാനായിട്ട് ബ്രഹ്മകപാൽ എന്ന ഒരു സ്ഥലമുണ്ട് ഈ ബദരി ഈ അമ്പലത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ ബലിയിട്ടാൽ കേമാണ് എന്നാണ് സങ്കല്പം. ഏറ്റവും ബലിയിടാൻ പറ്റിയ സ്ഥലം ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബലിയിടുക എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മിശ്രാജി അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു കണ്ണയ്യ എന്ന് പറഞ്ഞിട്ടൊരാൾ, അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് അറേഞ്ച് ചെയ്തിരുന്നു. അദ്ദേഹം ഇതേപോലെ പാണ്ട എന്നാണ് പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹം ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി കണ്ണയ്യ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനോട് പണ്ഡിറ്റിനോട് ചോദിച്ചിരുന്നു എന്താ വേണ്ടത്, എത്ര മണിക്കാണ് വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഷോപ്പ് നമ്പർ 77, അത് ഈ തപ്തകുണ്ടിൻ്റെ അടുത്താണ്. തപ്തകുണ്ട് വെച്ചാൽ ഈ നല്ല ചൂടുവെള്ളം വരുന്ന ഒരു കുണ്ടുണ്ട്, അതിലേക്ക് അളകനന്ദയുടെ വെള്ളം കൂടിയും ചേർത്ത് കുളിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ചൂടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സ്ഥലമാണ്, അതാണ് തപ്തകുണ്ട്. അതിൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി മിശ്രാജി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ദർശനം കഴിഞ്ഞു, റാവൽജിയും കണ്ടു എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് എന്താണെന്നറിയാത്തൊരു ബഹുമാനമോ സന്തോഷമോ ഒക്കെ ഉണ്ടായി. അപ്പോൾ അതോടുകൂടി അദ്ദേഹം ചോദിച്ചു ദർശനം എന്തായി ചോദിച്ചപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു. രാത്രി 10 മണിക്ക് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ ഇതുവരെ ഇത്രയും എളുപ്പത്തിൽ തൊഴുത് വന്ന ഒരാളെ എനിക്കറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അതോടുകൂടിയാണ് തോന്നുന്നു ബഹുമാനം കുറച്ച് കൂടി. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ വരാം ഈ തപ്തകുണ്ടിൽ കുളിക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു ബലിയിടുക അതുകൂടി വിചാരിക്കേണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, ബലിയിടണമെന്നില്ല, പക്ഷേ തപ്തകുണ്ടത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വന്നോളൂ എന്ന് പറഞ്ഞു. രാവിലെ 7:15 അദ്ദേഹത്തിനോട് വരച്ചാൽ മിശ്രാജിയോട് വരാൻ പറഞ്ഞു. 7:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ അരമണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ ഷോപ്പ് നമ്പർ 77 എത്താം എന്ന ഒരു പ്ലാനിലായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 7:15 എത്തി. അപ്പോൾ ഞാൻ ഈ കണ്ണയ്യ അദ്ദേഹത്തിന് പണ്ഡിറ്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ തപ്തകുണ്ടിൽ കുളിച്ചിട്ട് വേണം ബലിയിടാൻ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അമ്മയ്ക്ക് അവിടെ തപ്തകുണ്ടിൽ അങ്ങോട്ട് നിന്ന് കുളിക്കുക എന്നുള്ളതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് റൂമിൽ തന്നെ കുളിച്ച് ഞങ്ങൾ 7:15 ആയപ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങി. മിശ്രാജിയും ഞങ്ങളുടെ കൂടെ തന്നെ വന്നു ഞങ്ങളെ കൊണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും അല്ലെങ്കിൽ ബാരിക്കേഡുകളോ ഒന്നും അവിടെ ഇല്ല, ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ കൂടുതലും ബലിയിടാൻ വേണ്ടി വരുന്നവരാണ് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ തപ്തകുണ്ടിലേക്ക് കടത്തി വിടുന്നുണ്ട്. അപ്പോൾ നേരെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഈ കണ്ണയ്യ എന്നുള്ള അദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറൊരാൾ വന്നിട്ട് വേറൊരാളെ പരിചയപ്പെടുത്തി തന്നു. എന്നിട്ട് പറഞ്ഞു ഇതാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയെ കുളിച്ചിട്ടുള്ളൂ, അച്ഛൻ കുളിച്ചിട്ട് എന്നാൽ എന്നാൽ അച്ഛനോട് കുളിച്ചിട്ട് വരാൻ പറയൂ, എന്നിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. എന്തായാലും ഞാനും അച്ഛനും കൂടി തപ്തകുണ്ടിലേക്ക് പോയി. അപ്പോൾ 2 തോർത്തുകൊണ്ടും ഒക്കെ എടുത്തിരുന്നു, 2 തോർത്തുകൊണ്ട് എടുത്തിരുന്നു. അപ്പോൾ നേരെ അവിടെ പോയപ്പോൾ തിളക്കണ വെള്ളം ഇങ്ങനെ ആവി ഇങ്ങനെ പൊന്താണ്. അപ്പോൾ അച്ഛൻ അത് തൊട്ടപ്പോൾ തന്നെ അയ്യോ ഇതിൽ കുളിക്കാൻ പറ്റിയ അത്ര ചൂടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കുളിക്കാണ്ട് പറ്റില്ല, നിവൃത്തിയില്ല. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ ഒന്ന് കാല് കുറച്ച് നേരം വെക്കും, ഒരു മിനിറ്റ് കഴിഞ്ഞാൽ കാലൊന്ന് സെറ്റാവും, പിന്നെ പതുക്കെ കുറച്ചും കൂടി ഇറക്കുക, അങ്ങനെ പതുക്കെ ഇറങ്ങിയാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അച്ഛനോട് പതുക്കെ അത് ഇരുത്തി ഞാൻ അവിടെ, എന്നിട്ട് കാലൊന്ന് താഴ്ത്തി കിട്ടു. അപ്പോൾ തന്നെ ഇങ്ങനെ വയ്യ എത്ര ചൂട് വയ്യ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ എന്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുളിക്കാനാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ കുറച്ച് വെള്ളം എടുത്തിട്ട് മേത്തേക്ക് തളിച്ചു. ഒരു ആകെ പൊള്ളിയ അച്ഛൻ ആകെ ഒരു ഇതായി, വല്ലാത്തൊരു പൊള്ളലേറ്റ പോലെ ഉള്ളൊരു ഇതിലാണ് തോന്നിയത്. പക്ഷേ എന്നാലും അപ്പോഴേക്കും ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ചുറ്റും നല്ല തണുപ്പാണ്, ഒരു 5 ഡിഗ്രി 8 ഡിഗ്രി ഒക്കെ ഉണ്ടാവുള്ളൂ പുറത്ത്. അപ്പോൾ ആ ചൂടുള്ള വെള്ളം മേത്ത് വീണുവെച്ചാലും വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നേരെ എന്നിട്ട് അദ്ദേഹം ആ വെള്ളം ഒഴിച്ചാൽ നേരെ താഴ്ത്തിക്കേണ്ടി ഇറങ്ങി വരൂ കുളിക്കാം എന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ അച്ഛൻ പറഞ്ഞു അയ്യോ ഇല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് വേഗം കൈ പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വലിച്ചിട്ടു, കുളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വലിച്ചിട്ടു. അപ്പോൾ ആ ഒരു ഇതിൽ അച്ഛൻ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി നിന്ന് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഓക്കെ വലിയ കുഴപ്പമില്ല എന്നായി. അപ്പോൾ എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു. ഇനി കുളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ നേരത്തേക്ക് വെള്ളം ഒഴിക്കലും ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ ആകപ്പാടൊരു കുളിക്കാം എന്നുള്ളൊരിതിലായി. നേരെ തല മുങ്ങി വേഗം കയറി. അപ്പോൾ ഏതൊക്കെയോ ആളുകളുടെ കാലുമലോ ഒക്കെ കയറി പിടിച്ച് ഒക്കെയാണ് മുകളിലേക്ക് കയറിയത് അച്ഛൻ. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ തണുപ്പും ഒക്കെ മാറി. അതുവരെ നല്ല ഒരു തണുപ്പ് തോന്നിയിരുന്നു, അതോടുകൂടി തണുപ്പൊന്നും ഇല്ലാണ്ടേ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഈ ബദരി എത്തിയപ്പോൾ തന്നെ ഇത്രയൊന്നും തണുപ്പില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു അച്ഛനോട് ഷർട്ട് ഇടാണ്ട് വേണമെച്ചാൽ ചീടക്കി ചെയ്യാൻ കാരണം ഇടത്തിടണമെന്നുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ നോക്കാം തണുപ്പിലേക്ക് നോക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഈ കുടി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ തോർത്തുകൊണ്ട് എടുത്ത് ചെയ്യുന്നു. അത് അച്ഛൻ പറയുകയും ചെയ്തു, വലിയ തണുപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തോർത്തുകൊണ്ട് എടുത്തിട്ട് തന്നെ ബലിയിടണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ ചോദിച്ചു തോർത്തുകൊണ്ട് തന്നെ മതി ചോദിച്ചപ്പോൾ അത് മതി, ജെട്ടി മാറ്റുന്നില്ല, ഈറിനായിട്ട് തന്നെ മതി, ഈ എന്താ മുങ്ങി കുളിച്ച തോർത്തുകൊണ്ട് തന്നെ വെച്ച് ശുദ്ധമായിട്ട് തന്നെ ആവാം എന്ന് പറഞ്ഞിട്ട് നേരെ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. കന്നയ്യ അല്ലെങ്കിൽ കന്നയ്യയുടെ വേറെ ആൾ, ഒരു ബന്ധുവാണ്, അതാണ് ചെയ്യിക്കണേ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ബ്രഹ്മകപാലത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മൂന്നാളെയും ബ്രഹ്മകപാലത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് അദ്ദേഹം പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഇവിടെ പലതരത്തിലുണ്ട്, 3-4 തരത്തിൽ ഈ ബലിയിടാം. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ സാധാരണ എല്ലാവരും കൂടി ഒരു 10-50 ആൾ കൂടി ഇരുന്ന് ബലിയിടുക, അങ്ങനെയാവാം. ഇനി അതല്ല കുറച്ചും കൂടി അത് ലോ ക്ലാസ്. ഇനി മീഡിയം ക്ലാസ് ഒന്നുണ്ട്, അതിനാണെങ്കിൽ വേറെ വിലയാണ്. ഇനി ഹൈ ക്ലാസ് വേറെ ഒന്നുണ്ട്, അതിനേക്കാൾ മുകളിൽ സുപ്പീരിയർ ക്ലാസ് വേറെ ഒന്നുണ്ട്. അപ്പോൾ പല റേഞ്ചിൽ ബലിയിടാം എന്ന് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം അപ്പോൾ അകത്തുനിന്ന് ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും എള്ളൊക്കെ കൂടിയ ചോറ്, പിന്നെ പവിത്രമോതിരം, ഒരു നൂല്, പിന്നെ വിരിക്കാനുള്ള ദർഭപ്പുല്ല്, പിന്നെ ചന്ദനം, ഇതൊക്കെ കൊണ്ട് വന്നു. എന്നിട്ട് അവിടെ ഇരുന്നോളൂ. എന്നിട്ട് ഞങ്ങളെ ബ്രഹ്മകപാലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇരുത്തി. എന്നിട്ട് എന്നോട് ഒരു 2 ലോട്ടയിൽ അളകനന്ദിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് അപ്പോൾ എനിക്കോണം ഇടത്ത് കിണ്ടി വലത്ത് കിണ്ടി എന്നുള്ള സങ്കല്പമായിരിക്കും, ഒന്ന് കൈ കഴുകാനും ഒന്ന് ഇതിനും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടു. എന്നിട്ട് അച്ഛനപ്പോൾ ഒരു തോർത്ത് ചീറ്റിയിട്ടുണ്ട്, ഒരു മേൽമുണ്ട് എന്നുള്ള രീതിയിലൊന്ന് ചീറ്റിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു പണിയോ ഒരു 17 ഉരുളകൾ ഉണ്ടാക്കൂ ഓരോരുത്തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 17 രണ്ടാളും കൂടിയിട്ട് ഒരു 10-34 ഉരുളകൾ ഉണ്ടാക്കി. എന്നിട്ട് അപ്പോൾ അദ്ദേഹം വന്നു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ബലിയിടിച്ചു. ആദ്യം ഒരു ചന്ദനം കൊണ്ട് ഒരു 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 എന്താ പറയുക ഒരു സ്ക്വയർ വരച്ചു. എന്നിട്ട് അതിൽ ഈ ദർഭപ്പുല്ല് വിരിച്ചു. ज्येष्ठ कनिष्ठ सास ससुर अक्षय मित्र वैकुंठ लोका प्राप्त्यर्थे निमित्त अहम पिंडदानम करिष्ये. Now your grandfather you tell name and gotra. Yes. Follow me. Asmat pita वस्तुरूपस्य ब्रह्मकपाले तत्तमस्तु नर नारायण पीठे भवतु पिंडम ते सदा नमः. Now your great grandfather you tell name and gotra. अस्मद् परपितामह आदित्य रूपस्य ब्रह्मकपाले तत्तमस्तु नर नारायण पीठे भवतु पिंडम ते. എന്നിട്ട് അതിൽ ഓരോരുത്തരോട് ആദ്യം അച്ഛൻ്റെ പേരും ഗോത്രവും പറയുക. എന്നിട്ട് എന്തൊരു മന്ത്രം ചൊല്ലി എന്നിട്ട് പിണ്ടം അവിടെ വെച്ചു. അതേപോലെ മുത്തശ്ശി, ഇല്ലത്തെ മുത്തശ്ശി, ഇല്ലത്തെ മുതുമുത്തശ്ശൻ, ഇല്ലത്തെ മുതുമുത്തശ്ശി, അമ്മത്തെ മുത്തശ്ശൻ, അമ്മത്തെ മുത്തശ്ശി, അമ്മത്തെ മുതുമുത്തശ്ശൻ, അമ്മത്തെ മുതുമുത്തശ്ശി. അത് കഴിഞ്ഞപ്പോൾ ഇനി അദ്ദേഹം ചോദിച്ചു സഹോദരങ്ങളാരെങ്കിലും ഇത് ഉണ്ടോ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അച്ഛനാരും ഇല്ല, പക്ഷേ അമ്മയ്ക്കുണ്ട്. അമ്മാവന്മാരുടെയും പേരശ്ശിമാരുടെയും ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ അമ്മാമൻ്റെ ഉണ്ടായി, അമ്മായിയുടെ ഉണ്ടായി, പിന്നെ അമ്മ അമ്മായിയുടെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു 10-12 വെച്ച് തോന്നുന്നുണ്ട് രണ്ടാളും കൂടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വെച്ചു. അപ്പോൾ ഈ വെച്ച് കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഈ മന്ത്രം ചൊല്ലിയത് ഈ വിളിച്ച എല്ലാവരുടെയും ആത്മാക്കൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്, അവർക്ക് ഈ പിണ്ടം സമർപ്പിക്കുകയാണ് ചെയ്യണേ ഒക്കെ നന്നായിട്ട് വളരെ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ പറഞ്ഞു തന്നു എന്താണ് ചെയ്യണേ എന്തിനാണ് ചെയ്യണേ എന്നുള്ളതൊക്കെ. അപ്പോൾ വന്നിട്ടുണ്ട്. അതുകഴിഞ്ഞിട്ട് പിണ്ടം വയ്ക്കലുണ്ടായി. അതിൽ എന്താ പറയുക ഓരോ പിണ്ടത്തിലും ചന്ദനം ഇതാക്കി ചന്ദ്രൻ ചാർത്തി. പിന്നെ ഒരു 10-20 മിനിറ്റ് ഉണ്ടായി, ഓരോ പ്രോസസ്സൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് പകുതിയപ്പോഴേക്കും നല്ലോണം വരച്ചണി, കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ കുടിച്ച സമയത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് ഈ കാറ്റ് വന്നതോടുകൂടി നല്ല തണുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊന്ന് ഒരു ജാക്കറ്റ് ഇടിച്ചു, പുറത്തു കൂടെ ഒരു ജാക്കറ്റ് ഇടിച്ചു. അപ്പോൾ കുറച്ചൊരു സമാധാനമായി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു പിണ്ടൊക്കെ ബലിയിടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പണി ചെയ്യുക, ഈ എന്താ പറയുക ഈ പ്ലേറ്റ് എടുക്കുക, ഈ പ്ലേറ്റിലേക്ക് ഈ പിണ്ടം മുഴുവൻ വയ്ക്കുക. अस्मद् सास वस्तुरूपः ब्रह्मकपाले तत्तमस्तु पिंडम ते सदा नमः. अब कोई और है? सावित्री बर्फी. आदित्य रूपः ब्रह्मकपाले तत्तमस्तु नर नारायण पीठे भवतु पिंडम ते सदा नमः. और कोई है?
എന്നിട്ട് ആ ബ്രഹ്മകപാലം ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ വെച്ചാണ്. ഒരു പാറ പോലത്തെ ഒരു സ്ഥലമാണ്. 2-3 പാറകൾ ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്, എന്താ പറയുക, ഉയർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഈ പ്ലേറ്റ് ഒന്ന് തൊടിക്കുക, തൊട്ടിട്ട് നേരെ അളകനന്ദയിൽ കൊണ്ടുപോയിട്ട് ഇത് ഒഴുക്കുക, ഈ പ്ലേറ്റോട് കൂടി ഈ പിണ്ടങ്ങൾ മുഴുവൻ. അപ്പോൾ ഈ പ്ലേറ്റ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു ഈ പ്ലേറ്റ് മുഴുക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്ലേറ്റ് കൊടുക്കാമല്ലോ, അതിനെന്താ. അപ്പോൾ ഇവർക്ക് ഒരു തരത്തിലും എനിക്ക് തോന്നി, എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒരു നെഗറ്റീവ്നെസ് തോന്നിയതാണ്. ഒരു കാണുന്നിടത്തൊക്കെ എന്ത് വലിച്ചെറിയുക എന്നുള്ളൊരു രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറുണ്ട്, അയാൾ എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും ഗുട്ക തിന്നിട്ടാണ് ഇത് അവിടെ വലിച്ചു കീറും, പുറത്തേക്കാണ് വലിച്ചെറിയും എന്നുള്ളതാണ്. ഈ അളകനന്ദയിൽ ഈ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ആ ഘാട്ടിൽ, അതായത് ആ ഒരു എന്താ പറയുക ബ്രഹ്മകപാലത്തിൻ്റെ ആ ഭാഗങ്ങളിലുള്ള ആൾ എന്താ ചെയ്യുക വെച്ചാൽ ഇത് മുഴുവൻ അടിച്ചു വരും. ഈ അടിച്ചു വരുന്നതിൽ കുറേ ഗുട്കയുടെ പൊതി ഉണ്ടാവും, ഫ്രൂട്ടിയുടെ ഇതുണ്ടാവും, പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടാവും. അതൊക്കെ നേരെ എടുത്തിട്ട് അടിച്ചു വരി നേരെ അളകനന്ദയിലേക്കാണ് വലിച്ചിടും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഇത് എന്ന് തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ പ്ലാസ്റ്റിക് പ്ലേറ്റ് ഇതിൽ ഇടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, പ്ലാസ്റ്റിക് പ്ലേറ്റ് അതിൽ തന്നെ ഇടണം, വെച്ചാൽ അതോടുകൂടി ഒഴുക്കണം, അതിന് തിരിച്ചു കൊണ്ടുവരേണ്ട പറഞ്ഞു. എന്തായാലും പറഞ്ഞതല്ല വെച്ചിട്ട് അതും വെച്ചാൽ അതെടുത്ത് അച്ഛനെ കൊണ്ടും അമ്മയെ കൊണ്ടും അത് ബ്രഹ്മകപാലത്തിൽ തൊടിയിച്ചു. എന്നിട്ട് അളകനന്ദയിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും വിചാരിച്ച് അത് ഒഴുക്കി വിട്ടു. അങ്ങനെ ബലിയിടൽ കഴിഞ്ഞു. ഒരു 8 മണി മുതൽ അല്ലെങ്കിൽ ഒരു 8:15 മുതൽ ഒരു 9 മണി വരെ ഉണ്ടായിരുന്നു ഈ ഒരു മുഴുവൻ പരിപാടികളും. ഞാൻ ഒരു 9:15 ആയപ്പോഴേക്കും കഴിഞ്ഞു. ഞങ്ങൾ എന്നിട്ട് അപ്പോൾ മിസ്രാജോട് പറഞ്ഞു ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കാം, അപ്പോഴേക്കും നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അച്ഛൻ ഡ്രസ്സൊക്കെ ഇട്ടു, നേരെ ഡ്രസ്സൊക്കെ ഇട്ടു. നേരെ ഈ ഹോട്ടലിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഒരു സർവേശ്വരി ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല അവിടുത്തെ ഋഷികേശിലെ ബദ്രിയിലത്തെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ പോയി ഭക്ഷണം കഴിച്ചു. അച്ഛനും അമ്മയും ഇഡ്ഡലി കഴിച്ചു, ഞാനൊരു പനീർ പറാഠ കഴിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ അവിടേക്ക് മിശ്രാജി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ കഴിക്കണം പറാഠ ഏതെങ്കിലും, ഞാൻ പനീർ പറാഠയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. അതും കഴിച്ചു. പിന്നെ കട്ടൻ കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞ് കട്ടൻ കാപ്പിയല്ല, ചായ കുടിച്ചത്, പാലൊഴിച്ച ചായ. അപ്പോൾ അതന്നെ ചെറിയൊരു അബദ്ധമായി തോന്നി, കാരണം തൈര് കൂട്ടിയിട്ടാണ് തൈരും ഓർഡർ ചെയ്തു പനീർ പറാഠയുടെ കൂടെ. അപ്പോൾ ഈ തൈരും പാലൊഴിച്ച ചായ കൂടി ഇനി പണിയാവും എന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ ഭാഗ്യത്തിനൊന്നും ആയില്ല, ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും അത് കഴിച്ച് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ റൂമിലൊന്ന് പോയിട്ട് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ മന വില്ലേജിലേക്ക് പോവാം. നേരെ മന വില്ലേജിലേക്ക് പോയി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ ഈ മഴ ചാറലിൽ ഇപ്പോൾ എത്ര നടക്കാൻ പറ്റുന്നറിയില്ല, എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറി. അപ്പോൾ കാറിൽ കയറി പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ബദ്രി തൊഴാനായിട്ട് നിൽക്കുന്ന ഒരു 2 കിലോമീറ്ററിന് മുകളിൽ ഉള്ള ക്യൂ അവിടെ കാണുന്നുണ്ട്. ഹെലികോപ്റ്റർ ആളുകൾ വന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ 2 കിലോമീറ്ററോളം ഉള്ള ഈ ക്യൂ നിന്നിട്ട് വേണം അകത്ത് കയറാൻ. അപ്പോൾ അതും കണ്ട് അതൊക്കെ കുറേ ആൾക്കാർ മഴയത്താണ് നിൽക്കണേനും ഈ എന്താ പറയുക മുകളിലുള്ള മേൽക്കൂരൊന്നും ഇല്ലാണ്ട് പിന്നെയും ആൾക്കാർ പിന്നിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാവം തോന്നി എല്ലാവരും നിൽക്കാൻ കാണുമ്പോൾ, നിവൃത്തിയില്ല. എന്തായാലും ഇങ്ങനെ പോയി മന വില്ലേജിൻ്റെ അടുത്ത് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ, ബദ്രിയിൽ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ മന വില്ലേജിലേക്ക്. ഈ മന വില്ലേജിൻ്റെ അടുത്തെത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. അത് ആദ്യം തന്നെ മിശ്രാജി പറഞ്ഞിരുന്നു നല്ല തിരക്കാവും, ആദ്യം പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിങ്ങിനൊന്നും സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്തായാലും പോയി പകുതിയത്തേപ്പോഴേക്കും പട്ടാൾക്കാർ പറഞ്ഞു ഇന്നില്ല ഞങ്ങൾ പോകണ്ട, നിങ്ങൾ തിരിച്ചു പോക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മിശ്രാജിക്ക് ഞങ്ങളുടെ കൂടെ ഗണേശ് ഗുഹയിലേക്കും കൂടി വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരിഞ്ഞു പോക്കോളാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ വരില്ല, നിങ്ങൾ പൊക്കോളൂ, ഞാൻ പാർക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ അയച്ചു തരാം, നിങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അവിടെ വന്നാൽ മതി. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും ഈ തലയിൽ ഇതിട്ടിട്ടുണ്ട്, ഈ മങ്കി ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലയിൽ മഴ നനയില്ല കാര്യമായിട്ട്. എനിക്കൊരു ഹുഡി ഉണ്ട്, അപ്പോൾ ആ ഹുഡി ഇട്ടു. ഞങ്ങൾ 3 കൂടി നടക്കാൻ തുടങ്ങി. ചെറിയൊരു ചെറുതല്ല, അത്യാവശ്യം നല്ല സ്റ്റീപ്പ് എന്ന് പറയുന്നില്ല, വെച്ചാൽ ഒരു മീഡിയം സ്റ്റീപ്നെസ്സിലായിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറണം. അപ്പുറത്തും കടകളുണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല ഇപ്പോൾ. എന്തായാലും ഇങ്ങനെ മുകളിലേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 20 മിനിറ്റോളം കയറിയപ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാണ്ടിയായി തോന്നുന്നുണ്ട്. അപ്പോൾ മഴയുണ്ട്, വയ്യാണ്ടിയാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ 3 കൂടി ഒരു ഷെഡിലേക്ക് കയറിയിരുന്നു മഴ കൊള്ളാതിരിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനി വേണ്ട, എനിക്ക് വയ്യ, കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഒരു പണിയും, നിങ്ങൾ ഇവിടെ ഇരിക്കും, അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കും, കാരണം അച്ഛനും വയ്യായിട്ടുണ്ട്, മുകളിലേക്ക് കയറാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ ഇരുന്നോളൂ, ഞാൻ മുകളിലേക്ക് കയറാം എന്ന് പറഞ്ഞു. അച്ഛൻ അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നു തോന്നുന്നില്ല. നീ ഇവിടെ ഇരുന്നാൽ മതി, പോകണ്ട, തിരിച്ച് പോകുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ട, ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്താണെന്ന്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഓടി മുകളിലേക്ക് കയറി. അപ്പോൾ കുറച്ചും കൂടി പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം മുകളിലേക്ക് പിന്നെയും നടക്കാണ്ട് അത് ഓടി കയറി. എന്നിട്ട് ഗണേശ് ഗുഹ കണ്ടു, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഒരു ഗണപതിയുടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അപ്പോൾ ഉള്ളിൽ എന്തോ ഉണ്ട്, പ്രദക്ഷിണ വഴി എന്ന് പറഞ്ഞിട്ട് കാണാനുണ്ട്. പരിക്രമൺ കേലിയെ രാസ്ത എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ എന്നാലും അതിൽ കയറിയില്ല, കാരണം ഒരു ഇവിടെ ഇരിക്കണമുണ്ട്. അവിടെ വേഗം തൊഴുതു. എന്നിട്ട് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി. എന്നിട്ട് കുറേ കൂടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ വ്യാസഗുഹയുണ്ട്. ആ വ്യാസഗുഹയുടെ അവിടെ വേഗം തൊഴുതു. അവിടെ പക്ഷേ പുറത്തമ്പലമൊന്നുമില്ല, ഒരു ഹാളുണ്ട്, ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ്. അപ്പോൾ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ വ്യാസമഹർഷിയുടെ ഒരു
പ്രതിമയുണ്ട്, ഒന്നോ രണ്ടോ വിഗ്രഹങ്ങളുണ്ട്, ഒരു വിളക്കുണ്ട്, ഒരു പൂജാരി ഉണ്ട്. അപ്പോൾ ഗണേശ ഗുഹയുടെ അവിടെയും ഒരു പൂജാരിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി തൊഴുതു, നമസ്കരിച്ചു, നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് വന്നു. അപ്പോൾ താഴത്തേക്ക് ഈ വ്യാസഗുഹയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഭീം പൂൾ എന്ന് പറഞ്ഞൊരു ഒരു ആരോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി എത്തി നോക്കി, ഒത്തിരി ഒന്ന് താഴത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ഒരു എന്താ പറയുക സ്വർഗ്ഗാരോഹിണിയിലേക്കുള്ള വെച്ചാൽ സ്വർഗ്ഗാരോഹിണി ആ വഴി കാണാണ്ട് ഇങ്ങനെയാണ് പാണ്ഡവന്മാർ മുകളിലേക്ക് പോയത് എന്ന് കാണിക്കാനായിട്ട് അവിടെ ഒരു 7 പ്രതിമകളും വെച്ചിട്ടുണ്ട്. ഒരു നായക്കുട്ടിയും പിന്നെ ഇവരും പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിയും എന്നുള്ളതിൽ. അപ്പോൾ ആ വഴിക്കാണ് ഈ സദോബന്ധ ട്രക്കൊക്കെ അങ്ങനെയാണ് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ 1-2 ഫോട്ടോ എടുത്തു. അപ്പോൾ അവിടെ എവിടെയൊക്കെ തന്നെയാണ് സരസ്വതി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല ഞങ്ങളുടെ. ഈ നേരെ അവിടുന്ന് മുകളിലേക്ക് കയറി വ്യാസഗുഹ എന്ന് പറഞ്ഞ വഴിയിലേക്ക് കയറി എന്നിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി കുറച്ചുകൂടെ എത്തിയപ്പോഴേക്കും ഇവർ രണ്ടാളും അപ്പോഴേക്കും വെയിലായി. ഈ വ്യാസഗുഹയിലേക്ക് എത്തിയപ്പോഴേക്കും അത്യാവശ്യം വെയിൽ വന്നു, മഴയൊക്കെ നിന്നു. അപ്പോൾ ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയും കൂടി ഇതാ മുകളിലേക്ക് കയറി ഇങ്ങനെ വരുന്നുണ്ട്. മഴ മാറിയപ്പോൾ ഞങ്ങൾ കൊണ്ട് പോകാൻ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റീപ്പാണ് കുറച്ച് നോക്കി നോക്കാം. എന്നിട്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തു. അച്ഛനും അമ്മയും പറഞ്ഞു പതുക്കെ പതുക്കെ നിന്ന് പോവുക, എന്തായാലും ഇവിടെ എത്തിയതല്ലേ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, 3 കഴിഞ്ഞു, 4 ഈ 4ാമത്തെയും കൂടി ഉള്ളൂ, ഇന്ന് മുഴുവൻ ഉണ്ടേനും, എന്നാൽ പിന്നെ ഇതും കൂടി കഴിഞ്ഞിട്ട് പോകാം എന്നിട്ട് പതുക്കെ നടന്ന് കയറി ഗണേശ ഗുഹയുടെ അവിടെ എത്തി. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് പരിക്രമണം ചെയ്യാൻ അവർ കയറി. അപ്പോൾ ഞാനും ഒന്ന് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ അമ്പലത്തിൻ്റെ പിന്നെ ഒരു ഗുഹ തന്നെയാണ്, ഒരു ഗുഹ, ചെറിയൊരു ഇത്. അപ്പോൾ അതിൽ നിന്നിട്ടാണ് ഗണപതി മഹാഭാരതം എഴുതിയെന്നാണ് വിശ്വാസം. അപ്പോൾ അതിൽ ഒരു എന്താ പറയുക ഗണപതി ഹോമത്തിനുള്ളൊരു ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട്, അവിടെ വിളക്ക് വെച്ചിട്ടുണ്ട്. അവിടെ പൂജാരിമാരൊന്നുമില്ല. ഈ നോഴ്ന്ന് തല കുനിച്ചന്നെ ഉള്ളിലേക്ക് കയറണം എന്നുള്ള അവസ്ഥയാണ്, മുഴുവൻ കറുത്ത പാറ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി തൊഴുതു, എന്നിട്ട് തിരിച്ച് എന്താ പ്രദക്ഷിണം വെച്ചിട്ട് ഈ പുറത്തുള്ള അമ്പലത്തിനെ പ്രദക്ഷിണം വെച്ചിട്ട് ഗുഹയുടെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 3 കൂടി മുകളിലേക്ക് കയറി വ്യാസഗുഹയിലേക്ക് പോയി. വ്യാസഗുഹയിലേക്ക് പോയി കഴിഞ്ഞ് അപ്പോൾ അവിടെ പോയി അച്ഛനും അമ്മയും അവിടെ പോയി തൊഴുതു, നമസ്കരിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇന്ത്യയിലത്തെ ആദ്യത്തെ ചായക്കട അവിടെ കാണാണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഓരോ ചായ കുടിച്ചു, എന്നിട്ട് അവിടുന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞു ചായ കുടിച്ചു. നല്ല ഇത് തന്നെയായിരുന്നു, നല്ലൊരു എൻവയോൺമെൻറ്റ് തന്നെയാണ് അവിടെ. അവിടെ പിന്നെ താഴത്തേക്ക് ഇറങ്ങി പിന്നെ ഈ ഭീംപൂൾ എന്നുള്ള സ്ഥലത്തേക്ക് പോയി. ഭീംപൂൾ എന്നുള്ള സ്ഥലത്തേക്ക് പതുക്കെ അവർ ചെറുതായിട്ട് ഇറങ്ങണം, ഇത്തിരി സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ്. അപ്പോൾ നല്ലോണം ഇവരെ രണ്ടാളെയും കൈ പിടിച്ച് ഇറക്കുക എന്നുള്ളത് ഇതിൽ തന്നെയായിരുന്നു. കഴിഞ്ഞിറങ്ങി ഞാൻ ചോദിച്ചു ഇനി ഭീംപൂൾ ഉണ്ട് സ്വർഗ്ഗാരോഹിണി കാണാം, നന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 കൂടി താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങിയതിനേക്കാൾ കുറേ കൂടി താഴത്തേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് താഴത്തേക്ക് ഇറങ്ങാൻ കാല് വിറക്കിണ്ട്, ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കും, ഞാൻ ഒന്നും കൂടി താഴത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് വരാം എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് ഇറക്കി. അപ്പോൾ നല്ല തിരക്കാണ് അവിടെ, ഇടി തന്നെയാണ് അവിടെ. അങ്ങോട്ട് പോകാൻ എങ്ങടാണെന്ന് അറിയില്ല, താഴത്തേക്ക് പോകാനുള്ളൊരു തിരക്ക് കണ്ടു. എന്തായാലും അതിൻ്റെ പിന്നാലെ പോയപ്പോൾ അവിടെയാണ് സരസ്വതി നദി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു നദി പോലെ ഉണ്ടാവും, അതങ്ങോട്ട് എന്തെങ്കിലും മണ്ണിലേക്ക് അങ്ങോട്ട് ഒഴുകി ചേരുക അത്രേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ചെന്ന് നോക്കുമ്പോൾ വലിയൊരു വെള്ളച്ചാട്ടം, ഒരു എന്താ പറയുക നല്ലൊരു വെള്ളച്ചാട്ടം തന്നെ. അത് ഒരു പാറയുടെ ഇടുക്കുന്ന അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഒഴുകുകയാണ്, എന്നിട്ട് ഈ പാറയുടെ ഇടയിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ സരസ്വതി ദേവി ഭൂമിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ട് ഈ മഹാഭാരതം എഴുതുന്നതിന് എന്താ പറയുക ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, തടസ്സമില്ലാതിരിക്കാൻ അല്ലെങ്കിൽ ശല്യമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശബ്ദമില്ലാണ്ട് ഒഴുകി വേറെ ഒരു സ്ഥലത്ത് പോയി പൊങ്ങുകയാണ്, ഒരു പ്രയാഗിൽ പോയി പൊങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ അവിടെ കുത്തി ഒഴുകുകയാണ്, ഈ ഹോച്ചിട്ടുള്ള ഒച്ചയിൽ കുത്തി ഒഴുകും, എന്നിട്ട് പിന്നെ ഒന്നും മിണ്ടാട്ടില്ല. പിന്നെ ആ ഭാഗത്തൊന്നും കാണാനില്ല, അളകനന്ത അതിൻ്റെ സൈഡിൽ കൂടെ പതുക്കെ ഒഴുകേണ്ടതല്ലാണ്ട് ഇത്രയും വരണ വെള്ളം എങ്ങടെ പോകണമെന്ന് വലിയ പിടിയില്ല. അപ്പോൾ അത് കണ്ടു. സൈഡിൽ ഒരു പാറയിൽ നിന്ന് ലേശം വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതും ഈ സരസ്വതി നദി തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കുറേ കന്നാസിൽ വെള്ളം വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഈ സരസ്വതി നദിനെ. അപ്പോൾ അതും മേടിച്ചു. അപ്പോൾ ഇവർക്കൊന്ന് സേവിക്കാൻ എന്നിട്ട് കന്നാസിൽ ആ വെള്ളം എടുത്തു, എന്നിട്ട് മുകളിലേക്ക് കയറി, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് കാണണം എന്നൊരാഗ്രഹം. പിന്നെ അപ്പോൾ ഞാൻ മഞ്ജുവിനെ വിളിച്ചു. ആ സമയത്ത് മഞ്ജുവിനെ വിളിച്ചപ്പോൾ മഞ്ജു പറഞ്ഞു ഇല്ല ഇനിയിപ്പോൾ മുകളിലേക്ക് കയറേണ്ട ആവശ്യമില്ല, ഈ താഴെ കൂടെ തന്നെ ഒരു വഴിയുണ്ട്, ഈ ഭീംപൂളിൻ്റെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, മുകളിലേക്ക് കയറാണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്താം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ എന്തായാലും ഞാൻ അവരോട് പറഞ്ഞു താഴത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് മുകളിലേക്ക് കയറേണ്ട ആവശ്യമില്ല, ഇത്രയും മുകളിലേക്ക് കയറേണ്ട, അത് കൂടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 കൂടി താഴത്തേക്ക് വന്നു. അവരും സരസ്വതി നദി കണ്ട് ആകെ അന്താളിച്ച് നിന്നു. അവിടെ ഒരു സരസ്വതിയുടെ ഒരു എന്താ പറയുക ഒരു അമ്പലം പടിയുണ്ട്. പിന്നെ ഇവർ പ്രതിമകൾ കാണിച്ചു കൊടുത്തു, സ്വർഗ്ഗാരോഹിണി ഇതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർക്കും വളരെ ഇഷ്ടമായി. എന്നിട്ട് പിന്നെ ഈ സൈഡിൽ കൂടെ മഞ്ജു പറഞ്ഞ ഒരു സൈഡിൽ കൂടെ വഴി കണ്ടു, അതിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. എന്താ പറയുക മറ്റേ മുകളിലേക്ക് പോയി ആ റോട്ടിലേക്ക് തന്നെ ഈ റോഡ് വന്ന് ചേർന്നു. എന്നിട്ട് താഴത്തേക്ക് നടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ലൊക്കേഷൻ അയച്ചത് നോക്കി ഇയാളുടെ എന്താ പറയുക കാറിൽ മിശ്രാജിയുടെ കാറിലേക്ക് വന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ ബദ്രീനാഥിലേക്ക് എത്തി. അപ്പോൾ ഏതാണ്ട് ഒരു 1 മണി 1:30 സമയപ്പോഴേക്കും തിരിച്ച് ബദ്രീനാഥിലേക്ക് തന്നെ എത്തി. അപ്പോഴേക്കും മഴ ഉണ്ട് ഇപ്പോഴും, ഇടയ്ക്കൊന്ന് വെയിൽ വന്നു വെച്ചാലും ഭീംപൂലൊക്കെ എത്തി സരസ്വതി നദി കഴിഞ്ഞ് ഈ ഭീംപൂലിലേക്ക് തിരിച്ചെത്താറായപ്പോഴേക്കും പിന്നെയും മഴ തുടങ്ങി. പിന്നെ എന്താ പറയുക 2 കൽപ്പിച്ച് നടന്നു, ഇയാളുടെ കാറിൽ കയറി നേരെ ഇവിടെ വന്നു. എന്നിട്ട് ഈ പറഞ്ഞ മുമ്പിലത്തെ ആ റെസ്റ്റോറൻറ്റ് പോയി ഊണ് കഴിച്ചു.
പിന്നെ ഇപ്പം എന്താ ചെയ്യാനില്ല ഒന്നും, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോഴേക്കും നല്ലോണം കറുത്തിരുണ്ട് വന്നിടങ്ങി മേഘം, നല്ല മഴയായി. പിന്നെ അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നാളെ എന്തായാലും ഋഷികേശിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നാളത്തെ റൂം ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഋഷികേശിൽ റൂം ബുക്ക് ചെയ്തു. ഒരു മൗണ്ടൻ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. 7,000 റുപ്യയാണ് ഒരു ദിവസം. അപ്പോൾ എന്തോ ഡിസ്കൗണ്ടിൽ കുറച്ച് വില കുറഞ്ഞ് കിട്ടി. എന്തായാലും അതിൽ ബുക്ക് ചെയ്തു. അപ്പോൾ അച്ഛനും അമ്മയും നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം മഴ ഒന്ന് മാറി തോന്നിയപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് പോയി തപ്തക്കുണ്ടിൽ പോയി കുളിച്ചിട്ട് വാ. കാരണം രാവിലെ കുളിച്ചില്ല. രാവിലെ ഇപ്പം ഇവരുടെ ഈ ചാത്തോട്ടനേൻ്റെ ഇടയിൽ ഞാനും പോയി കുളിച്ചാകെ ബഹളാക്കണ്ട അച്ഛൻ, ഞാൻ രാവിലെ കുളിച്ചിരുന്നില്ല. അച്ഛൻ പറഞ്ഞു, നീ പോയി കുളിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും അച്ഛനും കൂടി പോയി. അച്ഛൻ എൻ്റെ ഡ്രസ്സ് പിടിക്കാൻ എന്നുള്ള രീതിയിൽ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ തപ്തക്കുണ്ടിൽ ഒരാൾക്കും ഇറങ്ങാൻ പറ്റാത്ത അത്രയും ചൂടിലാണത്. അപ്പോൾ എന്നോടത് കുളിക്കേണ്ടെന്ന് പറയുമായിരിക്കും ബദ്രീനാഥൻ. അവിടെ ചെന്നു നോക്കി, കാല് ഒന്ന് വെള്ളത്തിലിട്ട് നോക്കി, ഒരു രക്ഷയില്ല. മാക്സിമം നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഒരു രക്ഷയില്ല. ഒരാളും ഇറങ്ങണില്ല. ആർക്കും ഇറങ്ങാൻ പറ്റാത്തൊരു ചൂടിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഇനി കൈകൊണ്ട് കോരി എല്ലായിടത്തും ഒന്ന് തേച്ചു കുളിച്ചു എന്നൊരു സങ്കല്പമാക്കി തിരിച്ചു പോന്നു. തിരിച്ച് അവിടുന്ന് പോകുന്നപ്പോഴേക്കും ഭയങ്കര മഴ, അസ്സല മഴ വെച്ചാൽ അസ്സല മഴ. അവിടെ കാത്തു നിന്നാലും കഴിയും തോന്നിയില്ല. കാരണം കാർമേഘം ഇരുണ്ട് കൂടി തന്നെയാണ്. എന്തായാലും മഴയും കൊണ്ട് നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്ന് അത്യാവശ്യം തോർത്തി പിന്നെ അവിടെ ഇരുന്നു. ഈ മഴയും കണ്ടിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാമല്ലോ. ഇതിനു മുമ്പ് വേറൊരു സാധനം ഉണ്ടായി ഇന്ന് രാവിലെ. അത് ഞാൻ പറയാൻ മറന്നു. ഇന്ന് രാവിലെ എന്തോ കാരണവശാൽ ഒരു 3:30 നീട്ട സമയത്ത് ടിങ് ടിങ് എന്നിങ്ങനെ മണി അടിക്കണ കേൾക്കണ്ടേ. അപ്പോൾ നോക്കുമ്പോൾ, അപ്പോൾ ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞാൽ നേരെ നോക്കിയാൽ ബദ്രീനാഥ് അമ്പലം കാണാം, താഴേക്കുളം കാണാം, എല്ലാം കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു റൂമാണ് ഭാഗ്യം കൊണ്ട് കിട്ടിയത്. അങ്ങനെ ആകെ 2-4 റൂമേ ഉള്ളൂ ഈ ഒരു ഹോട്ടലിൽ. അപ്പോൾ അത് ഞാൻ ഈ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു ഇങ്ങനെ ചില റൂംസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ മിസ്രാജോട് പറഞ്ഞപ്പോൾ മിസ്രാജ് പറഞ്ഞു, 2nd ഫ്ലോറിലത്തെ റൂം ഉണ്ടെങ്കിൽ തരാൻ പറയൂ, അതാണ് ഇങ്ങനത്തെ വ്യൂ ഉള്ളത്. അങ്ങനത്തെ 2-3 റൂംസിന് ഈ വ്യൂ ഉണ്ട്. അപ്പോൾ ഞാനത് പിന്നെ പറയാനും മറന്നു. ഇവർ പിന്നെ തന്നപ്പോൾ ഭാഗ്യവശാൽ ഇതായി. അപ്പോൾ ഈ രാവിലെ നീട്ട സമയത്ത് ഈ അമ്പലത്തിൽ നിന്നുള്ള മണിയടിയാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, ആ സമയത്ത് അങ്ങോട്ട് നീട്ട് നോക്കുമ്പോൾ മണിയടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതം വെച്ചു. അത് അവിടുത്തെ നമ്മുടെ സുപ്രഭാതം അല്ല, നമ്മൾ കേട്ട് പരിചയമുള്ള സുപ്രഭാതമല്ല, അവിടുത്തെ സുപ്രഭാതം. അത് ബദ്രീനാഥിന് വേണ്ടിയിട്ടുള്ള സുപ്രഭാതം, ബദ്രി വിശാലായ സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം അതിൻ്റെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ കേൾക്കണ ഇത് എന്താ പറയുക, സഹസ്രനാമം. അപ്പോൾ ഇത് മൂന്നും ഭംഗിയായിട്ട് കേട്ട് ഈ സഹസ്രനാമം കൂടെ ചൊല്ലി ഒരു 4:30 വരെ ഉണ്ടായി. 3:30 മുതൽ ഒരു 4:30 വരെ, ഈ ഒരു 4:15 വരെ ഈ ഒരു പരിപാടി ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടി കിടന്നുറങ്ങി രാവിലെ. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നു. ഈ രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 7:30 ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും വൈകുന്നേരം ഞാനിപ്പോൾ ആ കോസറി, ഇപ്പോൾ ഞങ്ങൾക്കൊരു 3 ബെഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് വൈകുന്നേരത്തെ ദീപാരാധനയാണ് തോന്നുന്നുണ്ട്. അവിടുന്ന് ഇറക്കിങ്ങനെ മണ്ണിടിക്കണ കേൾക്കുന്നുണ്ട്. ആളുകൾ മഴയത്ത് ഇങ്ങനെ നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറണ കാണാനുണ്ട്. അത്യാവശ്യം നല്ല മഴയുണ്ട്. മേഘങ്ങളൊക്കെ ഞങ്ങളുടെ അതേ റൂമിൻ്റെ അതേ ലെവലിൽ ഇങ്ങനെ പാറി പറന്ന് പോകുന്നത് കാണാനുണ്ട്. മഴ പെയ്യണത് കാണാനുണ്ട്. അകലെ മലകളിൽ മഞ്ഞ് ഇങ്ങനെ നിൽക്കണ കാണാനുണ്ട്. എന്നാലും ഇതൊക്കെ കണ്ട് വൈകുന്നേരം സന്ധ്യയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഇങ്ങനെ നിന്നു. രാത്രിയായപ്പോൾ ഇനി ഒന്നും കഴിക്കേണ്ട, ഞങ്ങളാരും ഒന്നും കഴിക്കാണ്ട് തീരുമാനിച്ചു. ഒന്നും കഴിക്കാണ്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു ഇങ്ങനെ 3:30 ഒരു ഇതുണ്ടായി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അലാം ഒരു 3:30 വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ അറിയില്ല 3:30 അലാം അടിച്ചാൽ നീക്കുമെന്ന് അറിയില്ല എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നുണ്ടായത്. എന്തായാലും ഇന്നും വളരെ നല്ലൊരു ദിവസമായിരുന്നു. മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഭാഗ്യമായി ഇന്നലെ ഈ മഴ ഇല്ലാതിരുന്നത് എന്തൊരു ഭാഗ്യമാണ്. എല്ലാം വിചാരിച്ചത് കഴിഞ്ഞു. ഈ ഒരു മഴയൊക്കെ വന്നിരുന്നെങ്കിൽ ആകെ മൂഡ് പോകുമായിരുന്നു. ഒരു എന്താ പറയുക, ആകെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയേനെ ഈ ഒരു മഴ വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ. ശരിയാണ്. ഇന്നലെ ഒരു മഴ ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് തൊഴാൻ പറ്റി. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇനി കിടന്നുറങ്ങായി. നാളെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നാളെ രാവിലെ തിരിച്ച് ബദ്രിയിൽ നിന്ന് ഋഷികേശിലേക്ക് പോരുകയാണ്. അപ്പോൾ ഞാൻ മിശ്രാജിയെ കുറച്ച് മുമ്പേ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാർ പിടിക്കാൻ ഇറങ്ങാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒരു 3/4 പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു 5 മണി 5:15 നീട്ടാൽ പിന്നെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് മുഴുവൻ ബാക്കി കൂടി പാക്ക് ചെയ്തിട്ട് തീർക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ പിന്നെ അധികം പാക്ക് ചെയ്യാൻ നിന്നിട്ടില്ലെന്ന്. ഇനിയിപ്പോൾ നാളെ എപ്പോഴാണ് നീക്കാന്നറിയില്ല. 3:30 അലാം വെച്ചിട്ടുണ്ട്. ഉണ്ടാവുന്നോട്ടെ. അപ്പം ഇനി ബാക്കി നാളെ എന്താ ഉണ്ടാവണമെന്നുള്ളത് നാളെ പറയാം. നാളെ വലിയ കാര്യമായിട്ടുള്ളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കിയൊക്കെ നാളത്തെയും ബാക്കിയുള്ളതും ഞാൻ പിന്നെ അടുത്ത ഒരെണ്ണത്തിലൂടെ വെച്ച് നിർത്താം, അധികം നീട്ടുന്നില്ല.